So drugs acting on the ഐക്കകത്ത് നമ്മൾ മിഡ്രിയാട്രിക്സും മയോട്ടിക്സും ആദ്യം നോക്കുകയാണ്. കണ്ണിൽ രണ്ട് തരത്തിലുള്ള മസിൽസ് ആണുള്ളത്. ഒന്ന് റേഡിയൽ മസിൽസ് വിച്ച് ആർ അറേഞ്ച്ഡ് റേഡിയലി ആൻഡ് സർക്കുലർ മസിൽസ് വിച്ച് ആർ അറേഞ്ച്ഡ് കോൺസെൻട്രിക്കലി. അപ്പം റേഡിയൽ മസിൽസ് എടുക്കുകയാണെങ്കിൽ ദേ ആർ ഇന്നോവേറ്റഡ് ബൈ പോസ്റ്റ് ഗാംഗ്ലിയോണിക് സിമ്പതറ്റിക് നെർവ്സ്. അവര് സുപ്പീരിയർ സെർവിക്കൽ ഗാംഗ്ലിയോണിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റിമുലേഷൻ ഓഫ് ദീസ് നെർവ് അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കോൺട്രാക്ഷൻ ഓഫ് സർക്കുലർ അല്ലെങ്കിൽ റേഡിയൽ മസിൽസ് സംഭവിക്കും. ഓക്കെ, സോ അപ്പം ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ ഓഫ് ദീസ് നെർവ്സ് ക്യാൻ ലീഡ് ടു കോൺട്രാക്ഷൻ. നോർ അഡ്രിനാലിൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാക്ഷൻ ഉണ്ടാകും. കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? കോൺട്രാക്ഷൻ ഓഫ് റേഡിയൽ മസിൽസ് ലീഡ്സ് ടു midriasis, leads to dilatation of the pupil. So dilatation of the pupil. Our radial muscles contract ചെയ്യുമ്പോൾ pupil dilate ചെയ്യും. So അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? It is called as midriasis എന്ന് വിളിക്കുന്നത്. Okay, and the circular muscles, they are innervated by parasympathetic nerves. They are arising from cells in the cilia ganglion. So the stimulation of these nerves അല്ലെങ്കിൽ injection of acetylcholine leads to contraction of the circular muscle. So acetylcholine നമ്മൾ administer ചെയ്തു കഴിഞ്ഞാൽ it will leads to contraction of the circular muscles. അതെന്ത് ചെയ്യും? Contraction of circular muscles leads to constriction of the pupil. Okay, pupil construct ചെയ്യുകയും and it will leads to meiosis. Meiosis ന് കാരണമാവുകയും ചെയ്യും. Okay, so the lens ആണ്. The lens is attached to suspensory ligament which is connected to the ciliary body. അപ്പം ലെൻസ് സസ്പെൻസറി ലിഗമെന്റിനോട് കണക്ട് ആയിരിക്കുന്നു. ആ സസ്പെൻസറി ലിഗമെന്റ് സീലിയറി ബോഡിയോട് കണക്റ്റഡ് ആണ്. അപ്പം സീലിയറി ബോഡി എന്ന് പറഞ്ഞാൽ വിത്ത് കണ്ടെയ്ൻ സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സീലിയറി മസിൽസ് ആണ് അക്കോമഡേഷൻ തീരുമാനിക്കുന്നത്. സോ പോസ്റ്റ് ഗാംഗ്ലിയോണിക് പാരാസിമ്പത്തറ്റിക് നെർവ്സ് ഉണ്ട്. അവർ അറൈസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സീലിയറി ഗാംഗ്ലിയോണിൽ നിന്നാണ്. സോ ഇൻജെക്ഷൻ അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ ഓഫ് ദീസ് നെർവ് അല്ലെങ്കിൽ ഇൻജെക്ഷൻ ഓഫ് അസറ്റൈൽകോളിൻ ലീഡ്സ് ടു കോൺട്രാക്ഷൻ ഓഫ് ദ സർക്കുലർ മസിൽ. അപ്പം കോൺട്രാക്ഷൻ ഓഫ് ദ സർക്കുലർ മസിൽ എന്താ ചെയ്യുന്നത്? Contraction of the pupil leads to constriction of the pupil called as accommodation, and relaxation of the ciliary muscles leads to flattening of the lens that leads to paralysis of accommodation അല്ലെങ്കിൽ cycloplegia എന്ന് പറയും. So the drugs which paralyze accommodation അതിനെയാണ് cycloplegics എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മയോട്ടിക്സും മിഡ്രിയാട്രിക്സും എന്താണ് എന്ന് പഠിച്ചു. എന്താണ് മയോട്ടിക്സ്? Constriction of circular muscle leads to constriction of the pupil. അതിനെയാണ് we will call by the name meiosis അല്ലെങ്കിൽ constriction of the pupil. Next is midriasis. Midriasis പ്രത്യേകത എന്താണ്? midriasis, it is due to constriction of the radial muscles. Radial muscles constrict ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? Leads to relaxation of the circular muscles. ആ റിലാക്സേഷൻ ആണ് നമ്മൾ midriasis എന്ന് വിളിക്കുന്നത്. ഓക്കെ, then cycloplegia എന്ന് പറയുന്നത് അക്കോമഡേഷന് ബന്ധപ്പെട്ടിരിക്കും. അതായത് ഈ സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ it leads to focus of the lens for near vision. അതിനെ എന്താ വിളിക്കുക? It is called as accommodation. Relaxation of the ciliary muscles will produce flattening of the lens and this is called as distant vision അല്ലെങ്കിൽ paralysis of accommodation അല്ലെങ്കിൽ cycloplegia എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അക്കോമഡേഷൻ എന്താണ് അല്ലെങ്കിൽ പാരാലിസിസ് ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സൈക്ലോപ്ലീജിയ എന്താണ് എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് അക്വസ് ഹ്യൂമർ. നമ്മുടെ ഐബോളിന്റെ ഇന്റീരിയറിൽ അക്വസ് ഹ്യൂമർ ഉണ്ട്. അപ്പം അതിന്റെ പ്രഷർ കൂടുന്നതിനെയാണ് ഗ്ലൂക്കോമ എന്ന് വിളിക്കുന്നത്. ഇൻക്രീസ്ഡ് IOP, ഇൻട്രാ ഓക്കുലർ ടെൻഷൻ അല്ലെങ്കിൽ ഇൻട്രാ ഓക്കുലർ പ്രഷറിനെയാണ് നമ്മൾ ഗ്ലൂക്കോമ എന്ന് വിളിക്കുന്നത്. ദിസ് ഒക്കേഴ്സ് ഡ്യൂ ടു excessive production of aqueous humor
അല്ലെങ്കിൽ due to decreased drainage. Okay, so the drainage of aqueous humor occurs through canal of Schliemann. Okay, SCHLEMN. Okay, so അപ്പം ഗ്ലൂക്കോമ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻട്രാ ഓക്കുലർ ടെൻഷൻ, ഒന്നെങ്കിൽ അക്വസ് ഹ്യൂമർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡ്രെയിനേജ് കുറവായിരിക്കുന്നു. ആൻഡ് ഡ്രെയിനേജ് ഓഫ് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത് കനാൽ ഓഫ് സ്ക്ലീമൻ ആണ് ഡ്രെയിൻ ചെയ്യുന്നത്. എവിടെ കൂടിയാണ് അക്വസ് ഹ്യൂമർ ഡ്രെയിൻ ചെയ്യുന്നത്? കനാൽ ഓഫ് സ്ക്ലീമൻ. So pupils dilate ആവുന്ന സമയം the ciliary muscles are relaxed, and relaxing the ciliary muscles and the canal of Schliemann. Okay, canal of Schliemann ne obstruct ചെയ്യും. So pupils dilate ആകുന്ന സമയം ciliary muscles relax ആവും. Ciliary muscles relax ആകുന്ന സമയം അത് നമ്മുടെ ആ ഒരു ഡ്രെയിനേജിനെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. So aqueous humor drainage തടയുന്നു, ഇൻട്രാ ഓക്കുലർ ടെൻഷൻ കൂട്ടുന്നു. പ്യൂപ്പിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ciliary muscles contracted ആവുന്നു. That will widen the canal of Schliemann. So aqueous humor can be drained, leading to decrease in intraocular tension. Okay, clear ആണല്ലോ? Decrease in intraocular tension. അപ്പം പ്യൂപ്പിൾ ഡയലേറ്റ് ആവുമ്പോൾ ഒബ്സ്ട്രക്ട് ചെയ്യുന്നു canal of Schliemann. പ്യൂപ്പിൾ കൺസ്ട്രിക്റ്റ് ആവുമ്പോൾ നമ്മുടെ ciliary muscles കൂടെ കോൺട്രാക്ട് ആവും. This leads to widening of the canal. Okay, ഇനി പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ നടക്കുന്ന സമയം this will make the lens more convex. അപ്പം കോൺവെക്സ് ആവുമ്പോ എന്താ പറ്റുക? കോൺവെക്സും കോൺകേവും ഉണ്ട് അല്ലെ? കോൺകേവ് എന്ന് പറഞ്ഞാൽ അകൽ ഭാഗം കുഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുന്നതാണ് കോൺകേവ്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെന്റർ ആയിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും. ദിസ് ഇസ് കോൺകേവ്. കോൺകേവ് ആൻഡ് കോൺവെക്സ് ഉണ്ട്. സോ കോൺകേവ് എന്താ ചെയ്യുന്നത്? വിൽ ഫിക്സ് ദ ഐ ഫോർ നിയർ വിഷൻ. കേവ് അപ്പം അടുത്തുള്ള കാഴ്ചകൾ കാണാനായിട്ടാണ് നമ്മൾ കോൺകേവ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ടു ഫൈൻഡ് നിയർ വിഷൻ. നെക്സ്റ്റ് ഈസ് പാരാസിമ്പത്തറ്റിക് ബ്ലോക്കേഴ്സിന്റെ അട്രോപ്പിക്. ദിസ് വിൽ ലീഡ്സ് ടു പാരാലിസിസ് ഓഫ് സീലിയറി മസിൽസ്. അപ്പം ഫ്ലാറ്റനിങ് ഉണ്ടാകുന്നു, കണ്ണിനെ ഡിസ്റ്റന്റ് വിഷനിലേക്ക് വേണ്ടി പ്രാപ്തമാക്കുന്നു. അപ്പം രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ സ്റ്റിമുലേഷൻ ഓഫ് പാരാസിമ്പത്തറ്റിക് കോൺട്രാക്ട്, ഒന്നെങ്കിൽ സ്റ്റിമുലേഷൻ ചെയ്യാം. സ്റ്റിമുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പാരാസിമ്പത്തറ്റിക് നെർവ് കോൺട്രാക്ട് ചെയ്യുന്നു. പാരാസിമ്പത്തറ്റിക് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ സിലിയറി മസിൽസ് കോൺട്രാക്ട് ആവും. സിലിയറി മസിൽസ് കോൺട്രാക്ട് ആവുമ്പോൾ ലെൻസ് കോൺവെക്സ് ആവും. കോൺവെക്സ് ആവുമ്പോൾ നിയർ വിഷനെ പ്രാപ്തമാക്കും. ഇനി നമ്മള് പാരാസിമ്പത്തറ്റിക് ബ്ലോക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അട്രോപ്പിൻ പോലെയുള്ള പാരാസിമ്പത്തറ്റിക് ബ്ലോക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സിലിയറി മസിൽസിനെ പാരാലൈസ് ചെയ്യിക്കുകയും ലെൻസിനെ ഫ്ലാറ്റൻ ചെയ്യുകയും കണ്ണിന് ഡിസ്റ്റന്റ് വിഷൻ കാണാനായിട്ട് ഏബിൾ ആക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് മിഡ്രിയാസിസ്. ഇറ്റ് ഈസ് എ ഡയലറ്റേഷൻ ഓഫ് ദ പ്യൂപ്പിൾ. അപ്പൊ മിഡ്രിയാസിസ് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് സിംപതോമിമെറ്റിക് ഡ്രഗും ആന്റി കോളിനർജിക് ഡ്രഗ്സും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? ഡയലറ്റേഷൻ ഉണ്ടാക്കാം. സോ ഡയലറ്റേഷൻ ഓഫ് ദ പ്യൂപ്പിൾ അല്ലെങ്കിൽ മിഡ്രിയാസിസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ സിംപതോമിമെറ്റിക് ഡ്രഗ്. സിംപതോമിമെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സിംപതറ്റിക് സിസ്റ്റത്തിനെ മിമിക് ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് സിംപതോമിമെറ്റിക് ഏജൻസ്. സോ എഫിഡ്രിൻ, ഫീനൈലെഫ്രിൻ and also by cocaine. So ഇവരെന്ത് ചെയ്യും? റേഡിയൽ മസിൽസ് ഓഫ് ദ ഐറിസിനെ കോൺട്രാക്ട് ചെയ്യുന്നു. Say do not affect the ciliary muscles and do not paralyzing the accommodation. അവര് ഇൻട്രാ ഓക്കുലർ ടെൻഷൻ കൂട്ടുകയില്ല. അതേപോലെ it may be lowered because of constriction of blood vessels to the അല്ലെങ്കിൽ blood vessels in the eyeball. Okay, so dilatation ഉണ്ടാക്കാനായിട്ട് എഫിഡ്രിൻ, ഫീനൈലെഫ്രിൻ ആൻഡ് കോക്കൈൻ, ഇത് മൂന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവർ ഇൻട്രാ ഓക്കുലർ ടെൻഷൻ കൂട്ടില്ല, but it may be lowered because of constriction of blood vessels in the eyeball. Blood vessels constrict ചെയ്യും. blood vessels അവിടെ constriction നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Constriction of the radial muscles leads to dilatation of the pupil, thus mydriasis. ആന്റികോളിനർജിക്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പാരാസിമ്പത്തറ്റിക് ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള അട്രോപ്പിനും ഹോം അട്രോപ്പിനും ഇവരെന്ത് ചെയ്യും?
paralysis of circular muscles of iris. So this will produce cycloplegia അല്ലെങ്കിൽ paralysis of accommodation by blocking response of ciliary muscles to parasympathetic stimulation. അപ്പം intraocular pressure കൂട്ടുക, drainage of aqueous humorന്റെ drainage കൂട്ടുക, and canal of Schliemann will get obstructed. അടുത്ത meiosis. Meiosis എന്താണ്? Constriction of the pupil. Okay, meiosis is the constriction of the pupil. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് cholinergic agents ആണ്. അപ്പൊ cholinergic agents ആരൊക്കെയാണ്? Pilocarpine, physostigmine and neostigmine. Then ഈ drugs എന്താ ചെയ്യുന്നത്? സർക്കുലർ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പം സർക്കുലർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുക? നമ്മൾ പറഞ്ഞ സർക്കുലർ മസിൽസ് കോൺട്രാക്റ്റഡ് ആകുന്നു, കൂടെ തന്നെ മയോസിസ് സംഭവിക്കുന്നു. Okay, so the eye will be set for near vision. Spasm of accommodation കിട്ടുന്നു due to contraction of ciliary muscles. So അത് intraocular pressure കൂട്ടാനും drainage സംഭവിക്കാനും കാരണമാകും. ഇനി sympathetic blocking agents ഉണ്ട്, അതാണ് ergotamine. Ergotamine എന്ത് ചെയ്യും? Mydriatric response ബ്ലോക്ക് ചെയ്യും. അപ്പൊ കണ്ണ് വീണ്ടും കോൺട്രാക്റ്റഡ് ആകും. Okay, then use of myotic. മയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് എന്തിനാ? ഡയലറ്റേഷൻ ഓവർകം ചെയ്യാന്, മിഡ്രിയാട്രിക്സ് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട്, അതേപോലെ ഗ്ലൂക്കോമയുടെ ട്രീറ്റ്മെന്റിന്. യൂസസ് ഓഫ് മിഡ്രിയാറ്റിക്സ്, ഫണ്ടോസ്കോപ്പി, ഐറൈറ്റിസ് ടു ടെസ്റ്റ് ദ ഐറിസ് ആൻഡ് ടു ബ്രേക്ക് അഡ്ഹഷൻ ബിറ്റ്വീൻ ഐറിസിന്റെയും ലെൻസിന്റെയും ഇടയിലുള്ള ആ ഒരു എന്താ പറയാ അഡ്ഹഷൻ ബ്രേക്ക് ചെയ്യാനും നമുക്ക് മിഡ്രിയാട്രിക്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഒരു ഷോർട്ട് നോട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാമോ? എല്ലാവരും ഒന്ന് ബുക്ക് എടുക്കുക. ഫസ്റ്റ് നമുക്ക് അത് എക്സാമിന് തൊട്ട് മുമ്പ് ഒന്ന് ഓർക്കാനായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഡ്രഗ്സ് ആക്ടിങ് ഓൺ ഐ എന്ന് ഹെഡിങ് കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യത മിഡ്രിയാക്സ് ഉണ്ടാക്കാനുള്ള ഏജന്റുകളാണ്, മയോസിസ് ഉണ്ടാക്കാനുള്ള ഏജന്റുകളാണ് പ്രധാനമായിട്ടും ചോദിക്കുക. അപ്പൊ നമുക്കറിയാം മിഡ്രിയാസിസ് എന്താണ്? ഡയലേഷൻ ഓഫ് ദ പ്യൂപ്പിൾ. അത് ആദ്യം മനസ്സിലേക്ക് വരിക. ഡയലേഷൻ ഓഫ് ദ പ്യൂപ്പിൾ ആണ് മിഡ്രിയാസിസ്. അപ്പൊ അതിന് രണ്ട് തരത്തിലുള്ള ഏജന്റുകൾ നമ്മൾ ഉപയോഗിക്കും. ഒന്ന് സിംപതോ മിമെറ്റിക് ഏജന്റ്സ്. അപ്പൊ സിംപതോ മിമെറ്റിക് ഡ്രഗ്സിന്റെ എക്സാമ്പിൾസും കൂടെ എഴുതി വെച്ചോ. ഈ എഫിഡ്രിൻ, then ഫീനൈൽ എഫ്രിൻ, എഫിഡ്രിൻ, ഫീനൈൽ എഫ്രിൻ ആൻഡ് കൊക്കെയിൻ. ഇത് മൂന്ന് ആൾക്കാരാണ് സിംപതോ മിമെറ്റിക്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? റേഡിയൽ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യുന്നു ആൻഡ് ഇൻട്രാ ഓക്കുലർ ടെൻഷൻ റൈസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമുക്ക് ഡയലേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആരെയാണ്? ആന്റി കോളിനർജിക്. ആന്റി കോളിനർജിക്. അപ്പൊ ആന്റി കോളിനർജിക്കിന്റെ എക്സാമ്പിൾസ് പറയാമോ? എട്രോപ്പിൻ ആൻഡ് വോമട്രോപ്പിൻ. ഹോമട്രോപ്പിനും അട്രോപ്പിനും ഇത് രണ്ടുമാണ് അതിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, സോ അപ്പം നമ്മൾ രണ്ട് മെക്കാനിസംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പാരാസിമ്പതറ്റിക് സിസ്റ്റം സ്റ്റിമുലേറ്റ് ആവുകയാണെങ്കിൽ അത് സീലിയറി മസിൽസിനെ കോൺട്രാക്ട് ചെയ്യും. ഈ സീലിയറി മസിൽസിനെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അത് ലെൻസിനെ കോൺവെക്സ് ആക്കി മാറ്റുകയും അടുത്തുള്ള കാഴ്ചകൾ കാണാനും സഹായിക്കും. കനാൽ ഓഫ് സ്ലീമിനെ വൈഡൻ ചെയ്യും. സോ ഇതെന്ത് ചെയ്യും? ഡ്രെയിനേജ് ഓഫ് അക്വസ് ഹ്യൂമറിന് കാരണമാകും, ഇൻട്രാഓക്കുലർ പ്രഷർ കുറയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് പാരാസിമ്പതറ്റിക് ബ്ലോക്കിംഗ് ഏജന്റുകൾ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ സീലിയറി മസിൽസിനെ പാരാലിസിസ് ചെയ്യും. അപ്പോൾ ലെൻസ് ഫ്ലാറ്റൻ ആവും, എന്നിട്ട് അതിനെ ഡിസ്റ്റന്റ് വിഷന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കും. ദിസ് വിൽ നാരോ ദ കനാൽ ഓഫ് സ്ലീമൻ. ഓക്കെ, ഇനി മിഡ്രിയാസിസ് പറഞ്ഞു. അടുത്താണ് മയോസിസ്. മയോസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മയോസിസ് constriction of pupil. Okay, meiosis എന്താണ്? constriction of pupil. Midriasis എന്താണ്? It is dilatation of pupil. So അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏജന്റ്സ് ആയിരിക്കും. സിംപതോ മിമെറ്റിക് ആണ് മിഡ്രിയാസിൽ ഉപയോഗിച്ചെങ്കിൽ സിംപതറ്റിക് ബ്ലോക്കിംഗ് ഏജന്റ്സ് ആയിരിക്കും. സിംപതറ്റിക്
ബ്ലോക്കിംഗ് ഏജൻസ്. അപ്പൊ സിമ്പതറ്റിക് ബ്ലോക്കിംഗ് ഏജൻസിന്റെ എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? സിമ്പതറ്റിക് ബ്ലോക്കിംഗ് എർഗോട്ടമൈൻ. ഓക്കെ, എർഗോട്ടമൈൻ. അപ്പൊ ആന്റി കോളിനർജിക് ആണ് ഡയലേഷന് വേണ്ടതെങ്കിൽ നമ്മള് കോളിനർജിക് ഡ്രഗ് ആയിരിക്കും നമ്മൾ മയോസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് പൈലോകാർപ്പിൻ, then പൈസോസ്റ്റിഗ്മിൻ ആൻഡ് നിയോസ്റ്റിഗ്മിനും അതുപോലെ തന്നെ പൈസോസ്റ്റിഗ്മിൻ. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ജസ്റ്റ് ഡ്രഗ്സ് ആക്ടിങ് ഓൺ അയക്കാതെ മിഡ്രിയാലിസ് ഉണ്ടാക്കുന്ന ആരൊക്കെയാണ്, മയോസിസ് ഉണ്ടാക്കുന്ന ആരാണ്, അത്ര മാത്രം ഒന്ന് എഴുതി വെച്ചാൽ മതി. സോ നെക്സ്റ്റ് ഈസ് ഡ്രഗ് ആക്ടിങ് ഓൺ ഗ്ലൂക്കോമ. ഡ്രഗ്സ് ആക്ടിങ് ഓൺ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ ആദ്യം ഗ്ലൂക്കോമ പഠിക്കണം അല്ലെ. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ്ഡ് ഇൻ ഇൻട്രാ ഓക്കുലർ പ്രഷർ. ഓക്കെ, അപ്പം ഒരുപാട് സമയം ഇങ്ങനെ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുക? അവരുടെ ഒപ്റ്റിക് നെർവിന് ഡാമേജ് സംഭവിക്കുകയും ഇറ്റ് വിൽ ലീഡ്സ് ടു പെർമനന്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. എന്താണ്? ഇൻക്രീസ്ഡ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. അപ്പം ദിസ് വിൽ ലീഡ്സ് ടു, അല്ലെങ്കിൽ ദിസ് വിൽ ഡാമേജ് ദ ഒപ്റ്റിക് നെർവിനെ അത് എന്ത് ചെയ്യും? ഡാമേജ് ചെയ്യിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇൻട്രാഓക്കുലർ പ്രഷർ കൂടുന്നു, ഡ്രെയിനേജ് കുറയുന്നു. ആ ഡ്രെയിനേജ് കുറയുന്ന സമയം എന്താ സംഭവിക്കുക? ഇൻട്രാഓക്കുലർ പ്രഷർ കൂടുകയും ഗ്ലൂക്കോമ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ, നാരോ ആംഗിൾ ഗ്ലൂക്കോമ, കൺജനൈറ്റൽ ഗ്ലൂക്കോമ ആൻഡ് സെക്കൻഡറി ഗ്ലൂക്കോമ, ഇത്രയുമാണ് ഗ്ലൂക്കോമയുടെ കാറ്റഗറീസ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗുകൾ ഏതൊക്കെയാന്ന് പറയുമ്പോൾ ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂട്ടാനായിട്ട് നമുക്ക് ആരെയൊക്കെ ഉപയോഗിക്കാം? ഒന്ന്, the drugs that increase the drainage of aqueous humor കൂടുതലായിട്ട് കണ്ണിൽ നിന്ന് പുറത്തേക്ക് പോകണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗും കോളിനർജിക് ഏജന്റും. കോളിനർജിക് ഏജന്റ് ഏതൊക്കെയാ നേരത്തെ പറഞ്ഞു? പൈലോകാർപ്പിൻ, പൈസോസ്റ്റിഗ്മിൻ, ദെൻ കാർബക്കോള്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പൈലോകാർപ്പിൻ, നിയോസ്റ്റിഗ്മിൻ, പൈസോസ്റ്റിഗ്മിൻ എന്നൊക്കെ പറയും. ഇത് പൈസോസ്റ്റിഗ്മിൻ അങ്ങനെ കോളിനർജിക് ആയിട്ട് ഉപയോഗിക്കാറില്ല ഐയുടെ കേസിൽ. ഓക്കെ, അപ്പം ഏറ്റവും ആദ്യം തന്നെ ഡ്രഗ്സ് ദാറ്റ് ഇൻക്രീസ് ദ ഡ്രെയിനേജ്. ഓക്കെ, ഡ്രഗ്സ് ദാറ്റ് ഇൻക്രീസ് ഡ്രെയിനേജ്. ഡ്രെയിനേജ് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ആൾക്കാരെയാണ്. ഒന്നാമത്തെ ആരെയാണ്? കോളിനർജിക് ഡ്രഗും പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗും. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ലെറ്റനോപ്രോസ്റ്റ് അല്ലെങ്കിൽ ലനാറ്റോപ്രോസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന സാധനം. ദെൻ ബിമാറ്റോപ്രോസ്റ്റ്, ലനാറ്റോപ്രോസ്റ്റ് ആൻഡ് ട്രവോപ്രോസ്റ്റ്. ലനാറ്റോപ്രോസ്റ്റ്, ബിമാറ്റോപ്രോസ്റ്റ്. ലാസ്റ്റ് പ്രോസ്റ്റ് വരുന്ന ആൾക്കാരൊക്കെ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗുകളാണ്. രണ്ടാമത്തത് കോളിനർജിക് ആയിട്ടുള്ള ഏജന്റ്. സോ രണ്ടാമത് കോളിനർജിക് ഡ്രഗ്സ്. കോളിനർജിക് ഡ്രഗിന്റെ എക്സാമ്പിൾ ആണ് പൈസോസ്റ്റിഗ്മിൻ, പൈലോകാർപ്പിനും കാർബക്കോളും. പൈലോകാർപ്പിനും അതേപോലെ തന്നെ പൈസോസ്റ്റിഗ്മിനും. ഓക്കെ, പൈസോസ്റ്റിഗ്മിനും. ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർ ഇൻക്രീസിംഗ് ദ ഡ്രെയിനേജ് ഓഫ് അക്വസ് ഹ്യൂമർ. അക്വസ് ഹ്യൂമറിന് ഡ്രെയിനേജ് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗും അതേപോലെ തന്നെ കോളിനർജിക് ഏജന്റും ലെനാറ്റോപ്രോസ്റ്റ്, ബിമാറ്റോപ്രോസ്റ്റ്, അതേപോലെ ട്രവോപ്രോസ്റ്റ്. ദെൻ കോളിനർജിക് ഏജന്റ് കാർബക്കോൾ, പൈലോകാർപ്പിൻ ആൻഡ് പൈസോസ്റ്റിഗ്മിൻ ആൻഡ് ഓൾസോ എക്കോതയോപ്പേറ്റ്. നെക്സ്റ്റ് ഈസ് ഡ്രഗ്സ് ദാറ്റ് ഡിക്രീസ് ദ ഫോർമേഷൻ ഓഫ് അക്വസ് ഹ്യൂമർ. ഒന്ന് കോളിനർജിക്, അതെന്താണ്? അക്വസ് ഹ്യൂമറിന്റെ ഡ്രെയിനേജ് കൂട്ടാൻ. ഇനി ഫോർമേഷൻ കുറയ്ക്കാനായിട്ടോ? drugs that decrease the formation of aqueous humor. അപ്പൊ രണ്ട് ആൾക്കാരെ പഠിക്കുക. എന്താ പറയാ? ഒന്ന് ഉണ്ടാക്കുന്നത്, ഉൽപാദനം കുറയ്ക്കുന്നത് ആരൊക്കെയാണ്? പ്രോസ്റ്റാഗ്ലാൻഡിനും കോളിനർജിക്കും. ഇനി ഉൽപാദനം കുറയ്ക്കുന്നത്, നേരത്തെ എന്താ സംഭവിക്കുന്നത്? അതിന്റെ ഡ്രെയിനേജ് കൂട്ടുകയാണ് ചെയ്തത്. അപ്പൊ ഉൽപാദനം കുറയ്ക്കാനായിട്ട് നമ്മൾ ആദ്യമേ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യണം.
ഏറ്റവും ആയത് ബീറ്റ ബ്ലോക്കേഴ്സിന്റെ എക്സാമ്പിൾ ആണ് ടിമലോൾ, പിന്നെ ലിവോബ്യൂട്ടലോൾ അല്ലെങ്കിൽ ബ്യൂണലോൾ. Then last one is cartilol, CARTELOL, cartilol. ഇത് മൂന്നും drugs that decrease the formation of aqueous humor, beta blockers. അടുത്ത നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്രിനാജിക് അഗോണിസ്റ്റിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അഡ്രിനാജിക് അഗോണിസ്റ്റ് ആകുമ്പോൾ അഗോണിസ്റ്റ് ആണ്, എൻഡഗോണിസ്റ്റ് അല്ല. അപ്പൊ അഡ്രിനാലിൻ, പിന്നെ ബിപ്പിനെഫ്രിൻ, ലാസ്റ്റ് എന്നി വരുന്ന ആൾക്കാർ ബിപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ, then അപ്രാക്ലോണിഡീൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആണ് അസെറ്റസോളമൈഡും then ഡോർസോളമൈഡും. അപ്പൊ ഇത്രയാണ് അക്വസ് ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയ്ക്കുന്ന ആൾക്കാരെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ ദിസ് ലീഡ്സ് ടു ഇൻക്രീസിങ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. അവിടെ സംഭവിക്കുന്ന എന്താണ്? ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടി നിൽക്കുന്നു, കണ്ണിന്റെ ഒപ്റ്റിക് നോവിന് ഡാമേജ് വരുന്നു. അത് വരാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഫോർമേഷൻ കുറയ്ക്കാം, ഇല്ലെങ്കിൽ അതിന്റെ ഡ്രെയിനേജ് കൂട്ടാം. ഡ്രെയിനേജ് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗും കോളിനർജിക് ഏജന്റും. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് ആണ് ട്രവോപ്രോസ്റ്റ്, പിന്നെ ബിമാറ്റോപ്രോസ്റ്റ് ആൻഡ് ഓൾസോ ലനാറ്റോപ്രോസ്റ്റ്, ട്രവോപ്രോസ്റ്റ്, ബിമാറ്റോപ്രോസ്റ്റ്. കോളിനർജിക് ഏജന്റ് ആണ് ഫൈസോസ്റ്റെഗ്മിൻ, പൈലോകാർബിൻ, കാർബകോൾ ഒക്കെ. ഇനി നമ്മൾ ഫോർമേഷൻ കുറയ്ക്കണം. ഫോർമേഷൻ കുറയ്ക്കാനായിട്ട് നമുക്ക് ആരെയൊക്കെ ഉപയോഗിക്കാം? ഫോർമേഷൻ കുറയ്ക്കാനായിട്ട് ബീറ്റ ബ്ലോക്കേഴ്സ്, ടിമലോള്, ലിവോബ്യൂട്ടലോള്, then കാർട്ടലോള് ഒക്കെ ഉപയോഗിക്കാം. then അഡ്രിനാർജിക് അഗോണിസ്റ്റ്, അഡ്രിനാലിൻ, then ഡിപ്പിവെഫ്രിൻ, അപ്രാക്ലോണിഡിൻ, ഇതെല്ലാം അഡ്രിനാർജിക് അഗോണിസ്റ്റ് ആണ്. Then last one is carbonic anhydrase inhibitors, acetazolamide, dorzolamide. So acetazolamide അപ്പു ഡോർ തുറന്നു. സോ acetazolamide dorzolamide നമ്മൾ രണ്ട് ക്ലൂ ഇട്ട് വെച്ച് പഠിക്കുക. അപ്പൊ പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് എന്താ ചെയ്യുന്നത്? അക്വസ് ഹ്യൂമർ ഡ്രെയിനേജ് കൂട്ടുന്നു, സീലിയറി മസിൽസിനെ റിലാക്സ് ചെയ്യുന്നു. അത് ആദ്യം നമ്മൾ എഴുതി വെക്കുക. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ് ചെയ്യുന്നത് increase the drainage of aqueous humor that will decrease the ciliary muscles, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? റിലാക്സേഷൻ ഓഫ് ciliary cells. ഓക്കെ, നെക്സ്റ്റ് ലോങ് ഡ്യൂറേഷൻ. നമുക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം ഇപ്പിച്ചാൽ അത് മതിയാകും. പക്ഷെ the main problem of ലനാറ്റോപ്രോസ്റ്റ് is പിഗ്മെന്റേഷൻ. എന്താണ്? ഐറിസില് പിഗ്മെന്റേഷൻ ഉണ്ടാക്കും, ഐറിസ് പിഗ്മെന്റേഷൻ. ഓക്കെ, സോ ഐറിസ് പിഗ്മെന്റേഷൻ ആണ് ലനാറ്റോപ്രോസ്റ്റ് വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സൈഡ് ഇഫക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോളിനർജിക് ഏജന്റ് പൈലോകാർബിൻ. അതെന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ കൺസ്ട്രിക്ട് ദ Okay, so next is cholinergic agents അല്ലെങ്കിൽ beta blockers, pilocarpine, that will constrict the pupil and അതായത് ഐറിഡോകോർണിയൽ ആംഗിളിൽ ഓപ്പണിംഗ് ഉണ്ടാക്കും. ഡ്രെയിനേജ് ഓഫ് അക്വസ് ഹ്യൂമർ ഇസ് ഫെസിലിറ്റേറ്റഡ്. അടുത്തത് ബീറ്റ ബ്ലോക്കർ ആണ് ടിമലോള്, then ബീറ്റാക്സലോള്, ലിവോബ്യൂട്ടലോള് ആൻഡ് കാർട്ടലോള്. So it will decrease the formation of aqueous humor and meiosis ഉണ്ടാക്കും. So they do not cause associated headache.
അപ്പം ബീറ്റ ബ്ലോക്കേഴ്സ് യൂഷ്വലി യൂസ് ചെയ്യുന്ന പേഷ്യൻസിന് ഹെഡ് ഏക്ക് വരാം, പക്ഷെ നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ് യൂസ് ചെയ്യുന്ന സമയം ഇവിടെ ഹെഡ് ഏക്കിന്റെ ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ അങ്ങനെ കാണാറില്ല. ഓക്കെ, then next is adrenergic, adrenaline, apraglonidine and bipiveprin. So apraglonidine എന്താണ് ചെയ്യുന്നത്? ടോപ്പിക്കലി അപ്ര, സോ ആൽഫ, ക്ലോണിഡീൻ അല്ലേ ആൽഫ, സോ ആൽഫ 2 ഇൻഹിബിഷൻ ആണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെക്രീഷൻ കുറയ്ക്കുന്നു അക്വസ് ഹ്യൂമറിന്റെ. ബിപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്രിനാലിന്റെ ഒരു പ്രോ ഡ്രഗ് ആണ്. ഓക്കെ, സോ പ്രോ ഡ്രഗ് ഓഫ് അഡ്രിനാലിൻ ആണ് ബിപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. അപ്പം അവരെന്താ ചെയ്യുന്നത്? ട്രബാക്കുലർ ഔട്ട്ഫ്ലോ കൂട്ടുന്നു, അക്വസ് ഹ്യൂമറിന്റെ സെക്രീഷൻ കുറയ്ക്കുന്നു. നെക്സ്റ്റ് ഈസ് കാർബോണിക് അൺഹൈഡ്രേസ് ഇൻഹിബിറ്റർ acetylsolaminum, dorzolamide. So it will inhibit the enzyme carbonic anhydrase. So this will decrease the bicarbonate formation in the ciliary epithelium. അതുകൊണ്ട് തന്നെ aqueous humorന്റെ formation അത് കുറയ്ക്കും. നെക്സ്റ്റ് ഈസ് ഓസ്മോട്ടിക് ഏജന്റ്. ഇനി ഒരു ഏജന്റും കൂടെ ഉണ്ട്. ഓസ്മോട്ടിക് എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് മാനിറ്റോൾ എന്ന് പറയുന്ന ഏജന്റ് വരണം. സോ മാനിറ്റോൾ അതിന്റെ പെർസെന്റേജ് എത്രയാണ്? 20% മാനിറ്റോളും 10% ഗ്ലിസറോളും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്യും? IV ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യും. ഓക്കെ, സോ ദിസ് വിൽ ഡ്രോ ദ ഫ്ലൂയിഡ് ഫ്രം ദ ഐ, എന്നിട്ട് റാപ്പിഡ് റിഡക്ഷൻ തരും. ഓക്കെ, അതാണ് നമുക്ക് ഓസ്മോട്ടിക് ഡയൂറിറ്റിക്സ് യൂസ് ചെയ്യാനുള്ള ഗുണം. റാപ്പിഡ് റിഡക്ഷൻ ഓഫ് ഇൻട്രാ ഓക്കുലർ പ്രഷർ. ഓക്കെ.